അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയാണ് മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം അൽഹംദുലില്ലാ ഞമ്മക്കും സുഖം തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എന്ന് പറയണത് നമ്മൾ ആര് അടിച്ചേൽപ്പിച്ചാൻ പറ്റൂലല്ലോ, ഇങ്ങനെ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ നമ്മളൊന്ന് ചായക്കൊക്കെ വെള്ളം വെച്ചിക്കണ്. അപ്പോൾ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചു, പഞ്ചാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് നീച്ചാൻ കുറച്ച് നേരം വൈകിക്കണം കേട്ടോ. അപ്പോൾ എന്നും നമ്മളൊരു 5-5:30 ആണിൻ്റെയൊക്കെ മുന്നേ ഒന്ന് നീച്ചലുണ്ട്. അപ്പോൾ ഇന്ന് ഏതായാലും നമ്മളൊരു 6 മണിയാകാനായിക്കണം കേട്ടോ നീച്ചാൻ. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മളെ മിന്നുട്ടി ഇന്നലെ ഒരു പോളെ കണ്ണടക്കാൻ അയച്ചിട്ടില്ല കേട്ടോ. കടന്നപ്പോഴൊന്നും 37 ഒരു കുഴപ്പമില്ല. ഇനി പിന്നെ ഒരു 12:30 മണിയാകുമ്പോഴത്തിന് തുടങ്ങിയിട്ടോ ഓളൊന്നൊരു ഓൾച്ച നല്ല പനിയുണ്ടായിനി. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പം ഓക്ക് പല്ലെത്താകാണ് കാരണം പെരും കരച്ചിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആശ്വാസത്തിന് വേണ്ടി ഒരു പാരസിറ്റാമോൾ തിരഞ്ഞിട്ടൊന്നും കാണാനുമില്ല. പിന്നെ ഞാൻ കുറേ ഓളെ കടത്തി ഉറക്കാൻ നോക്കിയിട്ടൊന്നും ഉറങ്ങണില്ല കേട്ടോ. ഒക്കെ ഭയങ്കര വേദന തന്നെ. ഏതായാലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഏതായാലും തപ്പി തിരഞ്ഞ് ഏതായാലും ഒരു നമ്മളെ പല്ലുവേദനയ്ക്കില്ല ഗുളിക കൊടുന്ന് വെച്ചിനി കേട്ടോ. അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് ഞാൻ ഓക്ക് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഏതായാലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു 2:30 മണിയാകുമ്പോൾ വേഗം ഒന്ന് കണ്ണ് മാളിട്ടോ. അങ്ങനെ അപ്പോൾ നമ്മളും ഒന്ന് ഉറങ്ങി. അതുകൊണ്ട് തന്നെ മക്കളെ ഇന്ന് നീച്ചാൻ നേരം വൈകിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ ചായക്ക് കടി പെട്ടെന്നില്ല ഒരു തട്ടിക്കൂട്ട് കടി വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഏതായാലും ഞാൻ നൂൽപുട്ട് ചുടണമെന്നാണ് വിചാരിച്ചിനിയത്. പിന്നെ ഞാൻ കുറച്ച് മുതിര വെള്ളത്തിലിട്ടീനി. അപ്പോൾ മുതിരയും നൂൽപുട്ട് ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് നൂൽപുട്ട് കുഴക്കലും പീച്ചലും ഒക്കെ പാടാകുമ്പോഴത്തേന് നേരം കുറേ ആവും ജഡ്ജു നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് പണിക്ക് പോകും വേണം. അപ്പം ഞാൻ വേഗം എന്താട്ടി അട ചൂടാന്ന് കരുതിട്ടോ. അപ്പം ഞാൻ അതിന് അരിപ്പൊടി എടുത്തു. പിന്നെ കുറച്ച് ഉപ്പും വെളിച്ചെണ്ണയും കുറച്ച് തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അടയാണെങ്കിലും ഇങ്ങനെ വെള്ളം പാർന്ന് കുഴച്ചിക്കാണ്ട് മെഷീനിന്മേൽ പരത്തിക്കാണ്ടാണ് ഞാൻ അട ചൂടൽ. ഇന്നിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇന്ന് കുറച്ച് വെള്ളം പോലെ കുറച്ച് ലൂസാക്കി എടുത്തിട്ട്, നല്ല വെള്ളം പോലെയല്ല കുറച്ച് ലൂസാക്കി എടുത്തുകാണ്ട് നമ്മളെ അപ്പച്ചട്ടി ഉണ്ടല്ലോ അതിൽ പാർന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ നമ്മളെ അരിപ്പൊടിയില്ലേ ഇതൊക്കെ ഒന്ന് വെള്ളം പാർന്ന് ഒന്ന് ലൂസാക്കി എടുത്തുക്കണം കേട്ടോ. നമ്മളെ മുതിര ഞാൻ ഗ്യാസുമ്മ വെച്ചും ചെയ്തിക്കണം. മുതിര പിന്നെ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടുകാണ്ട് ഗ്യാസുമ്മ വെച്ചിക്കണ്. അതൊന്ന് വെന്ത് വരും വേണം. തലേന്ന് ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് വേഗമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് തിജ്ജൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുന്നുണ്ട്. ഓലക്കൂടെയൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമ്മളെ തിജ്ജൊക്കെ പെട്ടെന്ന് കത്തിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ മിന്നുട്ടിനെ മദ്രസക്ക് പറഞ്ഞേക്കണുണ്ട്. നമ്മൾ മദ്രസ് വിട്ടെന്നിട്ട് വേണം നമുക്ക് ആസ്പത്രിയിലൊന്ന് കൊണ്ടുപോകാൻ. പിന്നെ നമുക്ക് വേദന ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ചിലപ്പം വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പിന്നെയും വേദന നീക്കാറ്. അപ്പോൾ അതിന് നിൽക്കണ്ട. അപ്പോൾ ഒന്ന് കൊണ്ടുപോയി നോക്കാമെന്ന് കരുതണുണ്ട്. അപ്പോഴത്തേന് മദ്രസൊക്കെ വിട്ട് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആക്കും വേണം. പിന്നെ ഒരു 10-10:30 ആകുമ്പോഴത്തേന് ഏതായാലും പോകണം എന്നാണ് വിചാരിച്ചത് കേട്ടോ. നേരം വൈകി കഴിഞ്ഞാൽ ആസ്പത്രിയിൽ തിരക്കാവും ചെയ്യും. അപ്പം ഞാൻ അപ്പച്ചട്ടിയൊക്കെ വെച്ചിക്കണ്. പിന്നെ ഞാൻ നമ്മളെ മുതിര തൂമിച്ചെടുക്കാനല്ലേ ഉള്ളി ഞാൻ അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മുതിര അങ്ങനെ കുക്കറിൽ കിടന്ന് അങ്ങനെ വിസിലടിച്ചിട്ടുണ്ട്. വേകാതെ എടുക്കാൻ പറ്റൂലല്ലോ. പിന്നെ നമുക്ക് അട ചൂടും വേണമല്ലോ. അട ചുട്ട് എടുക്കുമ്പോഴത്തേനല്ലേ നമുക്ക് മുതിര വേണ്ടത്. അപ്പം അങ്ങനെ ഞാൻ ഏതായാലും എണ്ണയൊക്കെ ഒന്ന് തേച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ ഇത് ചുടുമ്പോൾ പറ്റ ലൂസാകാൻ പാടില്ല കേട്ടോ. നല്ല ടൈറ്റും ആകാൻ പാടില്ല. ഒന്ന് പരത്തി കൊടുക്കാൻ പാകത്തിനുള്ള വെള്ളം പാർന്ന് കൊടുക്കണം. അപ്പോൾ അതാക്കണ് അപ്പം കുഴക്കണേക്കാട്ടിലും എളുപ്പമാണ് കേട്ടോ അത് ഇങ്ങനെ പാർന്ന് കൊടുക്കൽ. പിന്നെ തേങ്ങയൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇതിക്ക് ചാറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ തന്നെ കൂട്ടി കടിച്ചൂട്ടി തിന്നാനുള്ള നല്ല ചൂട് ചായയും ഈ അടയും കൂട്ടി തിന്നാൽ തന്നെ മതി രസീക്കാരം. പിന്നെ നമ്മളെ പുതിയാപ്പിള കാക്കാക്ക് ഒരു നിർബന്ധം കുറച്ച് മുതിര വെക്കാൻ. അപ്പോൾ അങ്ങനെയാണ് വെച്ചതാണ് കേട്ടോ. പിന്നെ ഇപ്പം നമ്മളെ മക്കൾക്ക് മുതിരയൊന്നും വേണ്ട. ഇതിക്ക് പഞ്ചാര ഇട്ടുകാണ്ട് തന്നെ തിന്നോളൂ കേട്ടോ. വലിയതും ചെറുതും ഒക്കെ അങ്ങനെ തന്നെയാണ്. വലിയവനെടുത്തപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു, വലിയൊരു പോത്തായിട്ട് പഞ്ചാര ഇട്ട് തിന്നാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഓൻ പറഞ്ഞു പോത്തായിട്ടാണല്ലോ പഞ്ചാര ഇട്ട് തിന്നൽ, ഇത് പഞ്ചാര ഇട്ട് തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഒരു 3 ആക്കും ഞാൻ പഞ്ചാര കൊടുത്തു. പിന്നെ ഞാനും പുതിയാപ്പിള കാക്കിയൊക്കെ പിന്നെ മുതിര കൂട്ടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാക്കണേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എണ്ണാക്കി കൊടുത്താൽ നല്ലൊരു രസമാണ് കേട്ടോ. ഓയിലിൻ്റെ കാട്ടിലും നല്ലത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അട ചുടുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയാണ് രസം.
അതേമാതിരി തേങ്ങ ഇട്ടതല്ലേ. അങ്ങനെ അത് മറിച്ചിട്ടെടുത്ത് അങ്ങനെ വേവിച്ചു. പിന്നെ നമ്മളെ മുതിരയൊക്കെ ഒന്ന് വെന്തിക്കണ്. അതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് വറ്റിച്ചാൻ വെച്ചിക്കണ്. അപ്പോത്തിന് നമ്മളെ വല്ലുള്ളിയൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ച് തൂമിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 വറ്റൽമുളകും പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല എടുത്തിക്കണം കേട്ടോ. ഇനി നമുക്കത് നല്ലോണം ഒന്ന് ചുവന്ന് വരട്ടെ. ഇഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് പാർന്ന് കൊടുക്കാം. അപ്പോത്തിന് ഇതാ മുതിര വെന്തിക്കണം. പക്ഷേ ആ വെള്ളം ഒന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതിനും വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ അടുപ്പത്ത് തന്നെ വെച്ചിക്കണത്. ഇനി അതൊക്കെ ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് നമുക്ക് നമ്മളെ മൂപ്പിച്ചതൊന്ന് പാർന്ന് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു തുള്ളി വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ ഞാൻ എന്താട്ടി നമ്മളെ തൂമിച്ച് വെച്ചതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ അട ഇതാക്കണം ഞാൻ ഒക്കെ ചുട്ട് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ ചായയും കടിയൊക്കെ കൊടുത്ത് നമ്മളെ മൂപ്പരാക്കാനെ ഞാൻ പറഞ്ഞയച്ചിക്കണ്. ഇനി കുട്ടികളെ വിളിച്ചണം, മദ്രസക്ക് പറഞ്ഞേക്കണം. അപ്പോൾ മിന്നുട്ടീനക്ക് ഏതായാലും ഇന്ന് ഞാനോളെ മദ്രസക്ക് പറഞ്ഞേക്കണുണ്ട്. ഹാജർ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറ്റിനില്ല തണീനൊക്കെ തീമട്ടു. പിന്നെ ഞാൻ തിരുമ്പാല്ലതൊക്കെ ഞാൻ വേഗം മെഷീനിലിട്ടു. പിന്നെ ഞാൻ എന്താട്ടി മിറ്റടിച്ചു വരാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ മിറ്റടിച്ചു വരൽ കഴിഞ്ഞിട്ട് വേണം അകടിച്ചു വരണം, തുടക്കണം ഒക്കെ. പോകുമ്പോഴത്തിന് എല്ലാ പണിയും ഒരുക്കണം കേട്ടോ. നമ്മൾ ആസ്പത്രിയിൽ നിന്ന് എപ്പോഴാണ് പോരാന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇട്ട് പോയാൽ ചിലപ്പോൾ നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ വന്നാൽ ഭയങ്കര മടിയായിക്കാരം എടുക്കാൻ. അപ്പം അതിലേറെ നല്ലത് എന്താണ്, വേഗം ഒരുക്കി പോയാൽ പിന്നെ അത് നോക്കണ്ടല്ലോ വന്നാൽ. പിന്നെ അകമൊക്കെ അടിച്ചു വരികയാണ്. പിന്നെ മിറ്റടിച്ചു വരി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അകം അടിച്ചു വരിയിടാണ് കേട്ടോ. അപ്പം ഇന്നലെ കുറച്ച് കടല ഉടനീനി. അപ്പോൾ ആ കടലിൻ്റെ തോലൊക്കെ മക്കൾ കൂടെയൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ പാറി കിടക്കുന്നുണ്ട്. അപ്പോൾ ആകെ അങ്ങോട്ട് വൃത്തികേടായി കിടക്കട്ടെ. അപ്പോൾ വേഗം ഞാൻ അകം അടിച്ചു വരാൻ അടിച്ചേരിയതാണ്. അങ്ങനെ അകം അടിച്ചു വരലൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേഗം ചായ കുടിച്ചാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് നമ്മളെ മുതിരയും നമ്മളെ അടയും കൂട്ടി ചായ കുടിച്ചാണ്. നല്ല രസം ഉണ്ടായി കേട്ടോ, മുതിരയും അടയും കൂട്ടി തിന്നാൻ. അങ്ങനെ ഇതാക്കണ് നമ്മളങ്ങനെ ചായയുടെ അങ്ങനെ കഴിഞ്ഞു. പിന്നെ നമ്മളെന്താട്ടി പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പാത്രങ്ങളൊക്കെ മോറാലൊക്കെ ഞാൻ ആദ്യം എന്താട്ടി ഉരച്ചിട്ടിക്കാണ് കേട്ടോ. വേഗം ഉരച്ചിട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് ഒക്കെ ഒപ്പട് കേക്കെടുത്താൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണ് എല്ലാ പാത്രങ്ങളും ഞാനൊന്ന് മോറിയെടുക്കണുണ്ട്. പിന്നെ നമുക്ക് ചോറുണ്ടാക്കണം, പിന്നെ ചാറുണ്ടാക്കണം, പിന്നെ തുടക്കണം ഒക്കെ പണിയുണ്ട്. അപ്പോൾ ഇതാക്കണ മക്കൾക്കൊക്കെ മദ്രസക്ക് പോയപ്പോൾ കൊടുത്തതാണ്. ഇതൊക്കെ എലി കടിച്ച മാതിരിയൊക്കെ കടിച്ചിട്ട് കണ്ട് പോയിക്കണം. ഒറ്റൊന്നിനും വേണ്ട, പഞ്ചാര ഇട്ടിട്ടൊന്നും വേണ്ട. ഇനി വന്നാൽ തിന്നും, ചിലപ്പോൾ മടിയും വരില്ല. അങ്ങനെയാണ്. ഇനി ഏതായാലും ഇപ്പോൾ ഞാനത് തിന്നണം, അതാപ്പല്ലത്. അങ്ങനെ ഏതായാലും ഞാൻ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുത്തിക്കണം കേട്ടോ. വീതനയും നമ്മളെ ഗ്യാസും ഒക്കെ ഒന്ന് തുടച്ചെടുത്തിക്കണം. അപ്പോൾ ചായ തിളച്ച് ചിന്തിയതാണ് കേട്ടോ. നമ്മളെ ചായപ്പൊടിയൊക്കെ നമ്മളെ ഗ്യാസുമ്മലൊക്കെ ഒന്ന് അയക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തു. പിന്നെ ഞാൻ എന്താട്ടി വേഗം അകം തുടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അങ്ങനെ അകം തുടച്ചു. അപ്പോൾ ചോറ്റിൻ്റെ വെള്ളത്തിനൊക്കെ നമ്മൾ തിജ്ജൊക്കെ കത്തിച്ച് പോന്നതാണ്. ചിലപ്പോൾ ഞാൻ തുടക്കാൻ പോന്നപ്പോൾ എൻ്റെ ബാക്കിൽ തന്നെ പോന്നേക്കും തിജ്ജ് കത്തിലൊക്കെ കെട്ടക്കും. അങ്ങനെ ഉണ്ട് ചിലപ്പോൾ. ഈ മട്ടലായി കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ ഒരു പണിയുണ്ട്, ഒന്ന് കേടും. പിന്നെ നമ്മളങ്ങനെ ഊതി കത്തിച്ചിട്ട് വേണം. പിന്നെ അങ്ങനെ ഏതായാലും ഞാൻ അകമൊക്കെ അങ്ങനെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഞാനിതാ കണ്ടോ ചോറിന് വെച്ച വെള്ളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ തുടക്കാൻ പോയപ്പോൾ എൻ്റെ ഒപ്പം തന്നെയാണ് പോന്നിക്കണേ കെട്ടിക്കണേ. പിന്നെ ഞാൻ അതൊന്നുകൂടി ഒന്ന് ഊതി കത്തിച്ചു. പിന്നെ അങ്ങനെ വെള്ളമൊക്കെ കാഞ്ഞിക്കണ് കേട്ടോ. ഞാൻ അരിയൊക്കെ കൊണ്ടുവന്ന് വെച്ചിക്കണ്, കേക്ക് കൊണ്ടുവന്ന് വെച്ചിക്കണ്. ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ അരി ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ വെള്ളമൊക്കെ കുറച്ചൊക്കെ ഒന്ന് മുക്കി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തിളച്ചിന്തിയാൽ ചിലപ്പോൾ ആകെ പണി കിട്ടും. അടുപ്പിൽ വെള്ളം ചിന്തി കഴിഞ്ഞാൽ പിന്നെ തിജ്ജ് കത്താൻ ഭയങ്കര പണിയിക്കാരം. അപ്പോൾ ഇന്ന് കുറച്ച് വെള്ളമൊക്കെ മുക്കിയെടുക്കണം, എന്നെങ്കിലേ ശരിയാവുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അരി ഇട്ടിട്ടൊന്ന് തിളക്കട്ടെ എന്ന് വിചാരിച്ചു. തിളച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ വെള്ളം മുക്കിയെടുത്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്താട്ടി നമ്മളെ മുതിര ഉണ്ടായിനല്ലോ, അത് ഞാൻ ആ ചട്ടിക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ചക്കാകുമ്പോഴത്തേന് ചിലപ്പോൾ പുളിച്ചാലോ അത് എഴുതിയിട്ട് ഒന്ന് തിളപ്പിച്ചും വേണം. പിന്നെ ഞാൻ ഈ കുക്കറിൽ ഇനി ചാറക്കും വേണം കേട്ടോ. അപ്പം മറ്റേ കുക്കർ കുറച്ച് വലിയ കുക്കറായതുകൊണ്ട് അതിലൊന്നും ഇടാൻ മാത്രമല്ല. അപ്പം ഇന്ന് നമ്മൾ വെള്ളരിക്ക വെക്കണം കേട്ടോ. എന്നാൽ ചാറ് വെള്ളരിക്കയാണ് വെക്കണത്. ഇന്നാൾ വെച്ചതിൻ്റെ ബാക്കി കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കത്തിയൊക്കെ ഒന്ന് മൂർച്ചം കുറവായപ്പോൾ ഞാൻ എന്താട്ടി കത്തി ഒന്ന് മൂർച്ചം കൂട്ടുകയാണ് കേട്ടോ. നമ്മളടുത്ത് ഇങ്ങനത്തെ പൊട്ടണ ഒരു കപ്പ് ഉണ്ടാവുമല്ലോ, അതിമ വെച്ചുകാണ്ട് കത്തി ഒന്ന് മൂർച്ചം കൂട്ടി. അങ്ങനെ കത്തിക്ക് മൂർച്ചം കൂട്ടിയപ്പോൾ കണ്ടത് നല്ല അടിപൊളിയായിട്ട് നമ്മളെ കത്തി മൂർച്ചം കൂടിയിരിക്കണം കേട്ടോ. അപ്പോൾ മൂർച്ച ഇല്ലാത്തവരൊക്കെ അങ്ങനത്തെ
കുട്ടണ കപ്പ് ഉണ്ടാവുമല്ലോ, അതിമ വെച്ചിട്ട് ഒന്ന് മൂർച്ചം കൂട്ടി വെക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് മൂർച്ചം കൂടും കേട്ടോ. അപ്പോൾ അപ്പം ചെത്തനെ കണ്ടാൽ തന്നെ അറിയാമല്ലോ കത്തിക്ക് നല്ല മൂർച്ചം കൂടിയിരിക്കണമെന്നുള്ളത്. അങ്ങനെ ഞാൻ വെള്ളരിക്കൊക്കെ അങ്ങനെ തോലൊക്കെ ചെത്തിയെടുക്കാണ് കേട്ടോ. അപ്പം ഇനി ഇത് തന്നെ ഉള്ളൂ കേട്ടോ. ഇനി ഇതിമൊക്കെ ഒരു കണ്ടെടുക്കാനൊന്നുമില്ല, നാളേക്കൊക്കെ എന്ന് പറഞ്ഞെടുത്തേക്കാനൊന്നുമില്ല കേട്ടോ. അപ്പം എന്താക്കണേ, നമ്മൾ വെള്ളരിക്കൻ്റെ ചോറൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട്. ഇന്നപ്പോൾ ചോറ് തിന്നണമൊന്നുമില്ല കേട്ടോ, ഇന്നിപ്പോൾ വേണ്ട വിചാരിച്ചു. അങ്ങനെ നമ്മൾ വെള്ളരിക്കൻ്റെ ചോറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. ഇന്ന് അതിക്ക് ഇടാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താട്ടി ഒരു വെള്ളക്കറി ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. പച്ചമുളകും തേങ്ങയൊക്കെ അരച്ചിട്ട് അങ്ങനെ വെക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്ന് എന്താട്ടി, ഇന്ന് നമ്മളെ പള്ളിക്കല്ല നമ്മളെ വെള്ളരിക്കൻ്റെ ചോറ് വെക്കണമെന്ന് സുന്ദരി ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്ട് ഞാൻ എന്താട്ടി എൻ്റെ കജ്ജും വരും മോത്തും കൗത്തു കൂടിയൊക്കെ നമ്മളെ വെള്ളരിക്കൻ്റെ ചോറെടുത്ത് തേച്ചിക്കണം കേട്ടോ. നമ്മൾ ആ ചോറ് മൂത്തൊക്കെ തേച്ചാൽ നല്ലതാണെന്നൊക്കെ പറയണ കേൾക്കാം. ഏതായാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടെന്ന് പറയാം, നല്ല തണുപ്പുണ്ടായിന് കേട്ടോ മുഖത്ത് തേച്ചപ്പോൾ. അങ്ങനെ രണ്ടായി കാര്യം എന്ന് പറഞ്ഞാൽ മാതിരി കുറച്ച് സുന്ദരി ആവും ചെയ്യാൻ വെള്ളരിക്ക ചാറും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏതായാലും ഞാൻ വെള്ളരിക്കൊക്കെ അങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. അപ്പം വെള്ളരിക്ക ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ അരിയണത്. അപ്പോൾ അരിയണീൻ്റെ ഇടയിൽ ഞാൻ ഓരോന്നിൻ്റെ തൊള്ളിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വെള്ളരിക്കൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതങ്ങനെ തിന്നാൻ. ഈ വെള്ളരിക്ക ചെറുതാവുമ്പോഴാണ്, മൂക്കാതെ ഇങ്ങനെ തിന്നുമ്പോഴാണ് രസം. അപ്പം അങ്ങനെ ഞാൻ നമ്മളെ വെള്ളരിക്ക ഇതാക്കണം ചെറുതാക്കി അരിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിരിക്കണത്. പിന്നെ ഞാനൊരു ഞാൻ വന്നെടുത്തിട്ട് ഞാൻ അങ്ങനെ തിന്നുന്നുണ്ട് കേട്ടോ. ഇതിങ്ങനെ അതേമാതിരി തന്നെയാണ് ഈ പൂള ചെത്തുമ്പോഴും നുറുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഓരോന്ന് അങ്ങനെ തൊള്ളിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ തിന്നും. അതൊരു രസം തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവർക്കും ആ രസം തോന്നിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഇങ്ങനെ ഒരു വെള്ളരിക്ക ചെത്തുമ്പം അതേമാതിരി പൂള നുറുക്കുമ്പോഴൊക്കെ ഓരോന്ന് അതേമാതിരി ചക്ക നന്നാക്കുമ്പോൾ അതൊക്കെ നന്നാക്കുമ്പോൾ ഓരോന്ന് ഇങ്ങനെ തൊള്ളിലേക്ക് ഇടണം. അപ്പോഴാണ് അതിൻ്റെ രസമുള്ളൂ കേട്ടോ. ഇനി എല്ലാവരും കാട്ടലുണ്ടോയെന്നൊന്നും അറിയില്ല. അപ്പോൾ ഏതായാലും നമ്മൾ അതിക്ക് പച്ചമുളകൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പും വെള്ളവും, കുറച്ച് വെള്ളം പറഞ്ഞാൽ മതി. വെള്ളരിക്കയിൽ തന്നെ കുറച്ച് വെള്ളം കൂടുതലുണ്ടാവും. അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നമ്മളെ വെള്ളരിക്ക നമ്മൾ ഗ്യാസുമ്മ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അപ്പോൾ ഈ ഇതിൻ്റെ ചുവട്ടിലുണ്ടല്ലോ ഒക്കെ നമ്മൾ ഈ ഗ്യാസുമ്മല സാധനം ഇങ്ങനെ ഇതായിട്ട് ആകെ ഇങ്ങോട്ട് കറ പൊടിച്ചിരിക്കണം. പെയിൻ്റൊക്കെ അടിച്ചാനയക്കണം കേട്ടോ. പെയിൻ്റ് അടിച്ചാൽ പറയും മക്കളൊക്കെ ഒന്ന് വലിയതാകട്ടെ എന്നിട്ട് അടിച്ചിട്ട് കാര്യമുള്ളൂ അറിയാം. അല്ലെങ്കിൽ ഈ ചോറ് മുഴുവനൂനും മക്കൾ വരഞ്ഞും ചവിട്ടിയും ചളിയാക്കി കൊണ്ട് നിൽക്കും. അപ്പോൾ മക്കളൊന്ന് വലിയതാകട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് പെയിൻ്റൊക്കെ അടിച്ചണം പെരക്ക്. അങ്ങനെ ഏതായാലും വർത്താനത്തിൻ്റെ അടിയിൽ മക്കളെ ചോറൊക്കെ വന്നിക്കണം കേട്ടോ. ഇനി നമുക്ക് ആ ചോറൊന്ന് ഊറ്റിയെടുക്കണം. അതിന് നമ്മളെ ചെമ്പട്ടി ഉണ്ടല്ലോ, ഞാനൊന്ന് വെള്ളം വറ്റിച്ചാൻ വേണ്ടി വെച്ചിക്കണ്. ഇനി ചോറൊന്ന് ഊറ്റട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കണം. അപ്പം ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം ഇന്ന് പപ്പടം പൊരിച്ചതും പിന്നെ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ മുതലുണ്ടല്ലോ അതും പിന്നെ അച്ചാറും ഉണ്ട് കേട്ടോ, നാരങ്ങ, അതും മതി എന്ന് വിചാരിച്ചു. അങ്ങനെ ചോറൊക്കെ ഇതാക്കണം. ഒരു കയ്യിൽ ഒരു കൊട്ടക്കയിൽ ഞാൻ ഊറ്റിയിട്ടിക്കണ്. പിന്നെ ഇനി നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ചാറ്റിക്ക് കുറച്ച് തേങ്ങ അരച്ച് വെച്ചിക്കണം കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഞാൻ വാങ്ങി വെച്ചതാണ്. പിന്നെ കടുകർത്ത് ഇതാക്കണം. എന്നിട്ട് നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചാറ് കടുകർക്കണമെങ്കിൽ ആദ്യം നമുക്ക് പപ്പടം പൊരിച്ചെടുക്കണം. പിന്നെ ആ പപ്പടം പൊരിച്ചിട്ട് എണ്ണയിൽ കടുകർത്താൽ മതിയല്ലോ ചാറ്. അത് എഴുതിയിട്ടാണ് വേഗം പപ്പടം പൊരിച്ചാൽ നിന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചാറ് കടുകർത്തിട്ട് പിന്നെ പപ്പടം പൊരിച്ചാൽ നിൽക്കുമ്പോഴത്തേന് കുറച്ച് നേരം ആവും. അല്ലെങ്കിൽ പിന്നെ എന്താ ഈ എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിക്കാണ്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അത് എഴുതിയിട്ടാണ് അങ്ങനെ കാത്തുനിന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ പപ്പടമൊക്കെ പൊരിച്ച് കഴിഞ്ഞു. പിന്നെ പപ്പടം പൊരിച്ചതിൽ കുറച്ച് ഓയിൽ അല്ല ഉണ്ടായിനി, അതുകൊണ്ട് മുക്കിയെടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തത് എപ്പം കുറച്ച് ചൂടായിക്കണം കേട്ടോ. പിന്നെ ഞാൻ എന്താട്ടി അതിക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ചൂടായാൽ മതിയല്ലോ, വെളിച്ചെണ്ണ പാർന്നുകൊണ്ട് പിന്നെ ഒന്ന് ചൂടായാൽ മതി. ചട്ടി നല്ലോണം ചൂടായി കിടക്കല്ലേ. അങ്ങനെ എന്താട്ടി നമ്മളെ വെള്ളരിക്ക ഒന്ന് കയ്യിലിട്ടിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കരിവേപ്പിൻ്റെ ഇല കജ്ജലും ഉണ്ട് കേട്ടോ. പൊട്ടിക്കഴിഞ്ഞാൽ അപ്പിട്ട് കൊടുക്കാമെന്ന് കരുതി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ കടുകൊക്കെ പൊട്ടി ഞാൻ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളെ ചാറ് റെഡി ആക്കണം കേട്ടോ. ഞാൻ
ഇത് പാർന്നിട്ടില്ല കേട്ടോ, തേങ്ങ പാർന്നിട്ടില്ല. അപ്പോൾ തേങ്ങ പാർന്നതിൻ്റെ മുന്നേ ഞാൻ എന്താട്ടി അതവർക്ക് നമ്മൾ കടുക് കരിയാതാക്കാൻ വേണ്ടിയേക്ക് കുറച്ച് ചാറ് പാർന്ന് വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് തേങ്ങ പാർന്ന് ഒന്ന് തിളച്ചിട്ട് വേണം നമുക്കതൊന്ന് പാർന്ന് കൊടുക്കണമെങ്കിൽ നമ്മളെ കടുകിൻ്റെത്, അല്ലെങ്കിൽ ആ ചൊയയും മണവും ഒക്കെ പോകും. അതിങ്ങനെ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളക്കല്ലേ. അപ്പോൾ തേങ്ങ പാർന്നാൽ തന്നെ ഒന്നും ഇങ്ങോട്ട് ചൂടായി കിട്ടിയാൽ മതി. നല്ലോണം തിളക്കൊന്നും വേണ്ട. നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ ചാറ് തേങ്ങയാണ് പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ അതിന് നിൽക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ചാറ് തിളച്ചിക്കണം കേട്ടോ. ഞാൻ ആ കടുകും ഇതൊക്കെ ആ ചാറ്റിക്ക് പാർന്ന് കൊടുത്തിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളെ ചാറ് ഇതാക്കണം റെഡി ആക്കണം കേട്ടോ. ഇനി നമുക്ക് കുളിച്ചണം. പിന്നെ അടുക്കള തുടച്ചിട്ടില്ല, ഇനി അതൊന്ന് തുടക്കണം. അപ്പോൾ അങ്ങനെ ഏതായാലും പപ്പടം പൊരിച്ചു, ചോറ് ഊറ്റി, ചാറുമായി. പിന്നെ ഇനി നമ്മളെന്താട്ടി മക്കളൊക്കെ മദ്രസ് വിട്ട് വന്നിക്കണ്. അപ്പോൾ ഞാൻ ചായയും കടിയും കുടിച്ചാൽ വന്നപ്പോൾ സാനു പറഞ്ഞിച്ച് മാണ്ടമ്മ ഇച്ച് കഞ്ഞി മതിയായിരുന്നു. അപ്പോൾ ഓന് ഞാൻ കഞ്ഞി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ മിന്നുട്ടി കൊടുത്തപ്പോൾ ഓള് പറഞ്ഞ് ഇച്ച് തൊള്ള പൊളിച്ചാൽ വെജ്ജമ്മാറിന്. ഞാൻ പറഞ്ഞു എങ്ങനെയാലും ഉമ്മാൻ്റെ കുട്ടി ഒരു കണ്ട അപ്പം തിന്നുകാരന്. അങ്ങനെ ഓൾ ഏതായാലും ഒരു അപ്പം കൊണ്ട് പോയിക്കണം കേട്ടോ. അങ്ങനെ ഓളൊരപ്പം തിന്നിക്കണ്. അങ്ങനെ സാനുവിനും കഞ്ഞി മതിയാണ്. ഓനൊരു കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ. ഓന് കഞ്ഞിയും പപ്പടവും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓന് കഞ്ഞി കൊടുത്തു. പിന്നെ ഞാൻ വീതന തുടച്ചെടുക്കാൻ കേട്ടോ. ഇനിയിപ്പോൾ അതിന്മേൽ ഒരു പണിയില്ല, കഴിഞ്ഞില്ലേ. പിന്നെ ഞാൻ വീതനയ്ക്കൊന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. പിന്നെ കുളിച്ചാൻ പോകണം. ഇനിയിപ്പോൾ നമുക്ക് ഈ അടുപ്പുമൊക്കെ നാളെ നോക്കിയാൽ മതി, രാവിലെ. അല്ലാത്തതൊന്നുമില്ല. അപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ, രാവിലെയാണ് വെച്ചാൽ പിന്നെ വൈകുന്നേരത്തിന് ഒക്കെ ആ ചോറും കൂട്ടാനും തന്നെയാണ്. ഇനിയിപ്പോൾ കജ്ജിലെണ്ണാൻ മാത്രമല്ല ആൾക്കാരോടെ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് വെക്കുള്ളൂ. അങ്ങനെ ഇതാക്കണ് മിന്നുട്ടി വന്നിങ്ങനെ കജ്ജോണ്ടൊക്കെ ഇങ്ങനെ കാട്ടി പോകുന്നുണ്ട് വീഡിയോ ആയിട്ട്. അങ്ങനെ ഇതാക്കണ് നമ്മൾ വീതനയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് മാറ്റി മിന്നുട്ടിൻ്റെ മുടി ഒന്ന് വാർന്നു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണ് മുടി ഒന്ന് നല്ലോണം ഒന്ന് വാർന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ആസ്പത്രിക്ക് പോകണം. തിരക്കുണ്ടോ അല്ലേന്നൊന്നും അറിയില്ലല്ലോ. ചെന്നപ്പോഴേതായാലും തിരക്ക് കുറച്ച് കുറവ് തന്നെ കേട്ടോ. അങ്ങനെ ഞാൻ മുടി കെട്ടിക്കൊടുന്നപ്പോൾ അതിന് നമ്മളെ ഫോണിൽ കോള് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വലിയ പറയണം വെച്ച് ചെങ്ങാഴ്ച വിളിച്ചിട്ടുണ്ട്, അന്ന് ബിൻസി അറിയിട്ടോ, ഓള് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഫോണ് കട്ടാക്കി വീഡിയോ നിർത്തിയിട്ട് കോൾ എടുക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഫോണാണ് കട്ടായും ചെയ്തു കേട്ടോ. അങ്ങനെ ഓളെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞങ്ങൾ പോയിട്ടോ. പിന്നെ ഞാനൊക്കെ ഫോൺ വിളിച്ചിട്ടാണ് പിന്നെ പോയത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്പത്രിയിലെത്തി. അതാണ് കേട്ടോ നമ്മളെ ആസ്പത്രി. അപ്പോൾ ഡോക്ടർ അടുത്ത് ഏതായാലും തിരക്കൊന്നുമില്ലേനി, ഷീറ്റ് എടുക്കണോടത്തും തിരക്കൊന്നുമില്ലേനി. പടച്ച തമ്പൂരാനെ തിരക്ക് എന്ന് പറഞ്ഞത് മരുന്ന് വാങ്ങണോടത്താണ് കേട്ടോ. 1 മണിക്കൂർ നേരം നമ്മളവിടെ കുത്തിർന്നിക്കണം കേട്ടോ. ടോക്കൺ കിട്ടിയത് നമുക്ക് 101 നമ്മൾ ചെന്നപ്പോൾ ഒരു 97 അയക്കണേ. പക്ഷേങ്കിൽ ഭയങ്കര തിരക്ക് മരുന്ന് എടുക്കണോടത്താണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാക്കണേ ഡോക്ടറെ അടുത്ത് വരി നിൽക്കുകയാണ്. ഞങ്ങൾ ഡോക്ടർ വിളിച്ചു. അങ്ങനെ ഡോക്ടറൊക്കെ കാട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് താടവീക്കാണ് എന്നാണ് കേട്ടോ. അപ്പോൾ താടവീക്കാണ് ഇപ്പോൾ അറിയില്ലേനി, അല്ലെങ്കിൽ ഞാൻ മദ്രസക്കൊന്നും പറഞ്ഞേക്കില്ല. ഇനി മുതൽ ഏതായാലും നാളെ മുതൽ മദ്രസക്കൊന്നും പറഞ്ഞേക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു നീണ്ട 1 മണിക്കൂറിന് ശേഷം ഞങ്ങളെ മരുന്നിന് വിളിച്ചു. ഞങ്ങൾ മരുന്നിന് വരിക്കാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, കണ്ടാൽ തന്നെ അറിയില്ല, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഏതായാലും മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ പോരുകയാണ് കേട്ടോ. പിന്നെ മരുന്ന് ഇട്ടിക്കണേ. പിന്നെ മുഖത്ത് പറ്റാനൊരു മരുന്നും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ മരുന്നൊക്കെ വാങ്ങി ഞങ്ങൾ പോന്നു. അങ്ങനെ പോരുകയാണ് കേട്ടോ. ഞങ്ങൾ പോന്നപ്പം നമ്മളെ എവിടെ കയറിയെന്നറിയാം, നമ്മളെ ഹൈഫാസ് കിച്ചൺ ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയിക്കാരം. നമ്മളെ ഹൈഫാസ് കിച്ചണിൽ ഞാൻ, ഓളെ പേര് റസീന എന്നാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഭയങ്കര ചെങ്ങാഴ്ചകളാണ്. അപ്പോൾ ഞാൻ ഓളെ അടുത്തൊന്ന് കയറുകയാണ് കേട്ടോ. അപ്പോൾ മകളിങ്ങനെ വന്ന് പാളിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് വെല്ലടിച്ചാണ്. അതിൽ പിന്നെ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഏതായാലും 37 ഒന്ന് വന്ന് നമ്മൾ വർത്താനൊക്കെ പറഞ്ഞ് അകത്തൊക്കെ കയറി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ്. ഓക്കെ നല്ല ഇതാണ്, ഓക്കെ കാറ്ററിംഗ് ഒക്കെ ഉണ്ടായിരുന്നില്ല, സാധനമൊക്കെ എഴുതുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ കൂടുതലായിട്ടും നമ്മളോളെ ബുദ്ധിമുട്ടിച്ചാതെ നമ്മൾ വേഗം പോന്നു കേട്ടോ. ഞാൻ കുറേ സംശയം കാര്യങ്ങളൊക്കെ ഉണ്ടേനി, അതൊക്കെ ഓളോട് ചോദിച്ച് മനസ്സിലാക്കിക്കാണ്ട് എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഓൾ പറഞ്ഞു തന്നു. ഇങ്ങനെയൊക്കെ കാട്ടിയാൽ മതി എന്നൊക്കെ പറഞ്ഞു തന്നിട്ട് അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ പോന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് നന്ദി ഓക്ക്, കാരണം എനിക്കറിയാത്ത കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒളിച്ച് പറഞ്ഞു തന്നിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കുടിയിൽ വന്നു.
എന്നിട്ട് പിന്നെ ചോറ് വിളമ്പുകയാണ് കേട്ടോ. അങ്ങനെ സനുവിനും മിന്നുട്ടിക്കും ചോറ് വിളമ്പി കൊടുത്തു. മിന്നുട്ടി അറിഞ്ഞിച്ച് ചാറ് മണ്ടമ്മ വെച്ച് വെളിച്ചെണ്ണി ഉപ്പും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓക്ക് ഞാൻ വെളിച്ചെണ്ണി ഉപ്പും ആക്കി കൊടുക്കാണ് കേട്ടോ. പക്ഷേ എങ്കിൽ ആ ചോറ് അങ്ങനെ തന്നെ ഇട്ട് പോയിട്ടോ. മുപ്പത്തിയേക്ക് തൊള്ളൊളിച്ചാൻ കഴിയാത്തതുകൊണ്ട് അത് വേണ്ടാന്ന് പറഞ്ഞ്. അപ്പം അങ്ങനെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഞ്ഞിയൊക്കെ കൊടുത്തേക്കാന്ന് കരുതി അങ്ങനെ പപ്പടും ചോറും കൊടുത്തു. പിന്നെ അങ്ങനെ അത് ഓള് വെച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങളും ചോറ് കഴിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ എല്ലാവർക്കും ചോറ് വിളമ്പി എല്ലാവരും ഒപ്പം ഇരുന്നാണ് ചോറ് കഴിച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിരുന്നു കേട്ടോ. അപ്പോൾ 22 മിനിറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ ഏതേത് വെച്ച് ഇന്ന് വെട്ടിക്കളയാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ ഇത്രയും ലെങ്ത്തായത്. അപ്പോൾ ഇനി സ്കിപ്പ് ചെയ്യാതെ കണ്ടുക്കണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയണതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളത്. അങ്ങനെ നമ്മൾ പുതിയാപ്പിള കാക്കി വന്നിക്കണ്. അങ്ങനെ മൂപ്പർക്ക് ചോറ് കൊടുത്ത് പിന്നെ ഞാനും ചോറ് കഴിച്ചാണ് കേട്ടോ. അപ്പോൾ അതാക്കണ് മുതല ഇനി വൈകുന്നേരത്തിനും ബാക്കിയാണ്. രാവിലെ തിന്നിട്ടും ഉച്ചക്കൊക്കെ ഉണ്ട്, പിന്നെ വൈകുന്നേരത്തിനും ഉണ്ട് പറഞ്ഞില്ലേ. പിന്നെ ഇന്നലത്തെ 2-3 കണ്ട മീനും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും കൂട്ടി പിന്നെ ഞങ്ങൾ ചോറ് കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ചോറയൊക്കെ കഴിഞ്ഞപ്പോൾ മിന്നുട്ടിക്ക് ഗുളിക കൊടുക്കാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്ക് ഒരു ഗുളികയും 2 ഗുളിക ഉണ്ട് കേട്ടോ. ഉച്ചക്ക് 2 ഗുളിക ഉണ്ട്, വൈകുന്നേരം ഒന്നാണ്. പിന്നെ മുഖത്ത് പറ്റാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിച്ചാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. പിന്നെ എല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്താലും കമൻറ്റ് ചെയ്താലും ഷെയർ ചെയ്ത് കൊടുക്കാനും ഒക്കെ ചെയ്താൽ മതി കേട്ടോ. ആരും ഞാൻ നിർബന്ധിച്ചല്ല കേട്ടോ. അപ്പോൾ ഏതായാലും അങ്ങനെ മിന്നുട്ടിക്ക് ഗുളികയൊക്കെ കൊടുത്തു. അപ്പം ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരണ്ട്. അപ്പോൾ ഏതായാലും ഓളെ ഗുളിക പനിക്കുള്ളൊരു ഗുളിക എത്ര പൊട്ടിച്ചാലും പൊട്ടൂലല്ലോ അത്. അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ കത്തിയെടുത്തോണ്ടെങ്ങാണ്ട് പിന്നെ പൊട്ടിച്ചെടുത്തുകയാണ് കേട്ടോ. മറ്റേ ഗുളിക വേഗം എടുക്കാണ്ടേനി. മറ്റേ ഗുളികയാണ് പൊട്ടിച്ചിട്ടാണ് പൊട്ടാതെ നിൽക്കണം. പിന്നെ കത്തിയൊക്കെ കൊടുന്ന് മുറിച്ചെടുത്തു. അങ്ങനെ ഗുളിക കൊടുത്തു. ഗുളിക കുടിച്ചാൽ ഭയങ്കര മടിയാണ്. എന്നാലും മടിയില്ല, മാറണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് കാണ്ട് അങ്ങനെയാണ് കൊടുത്തിക്കാണ് കേട്ടോ. ഏതായാലും 37 ഗുളികയൊക്കെ കുടിച്ചു. ഇനി ആ ഗുളിക എടുത്ത് പാത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ വന്ന് കാണ്ട് അങ്ങനെ കളിച്ചിലേക്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചേട്ടോ. എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും.